ജാസ്മിൻ, നിങ്ങളുടെ അച്ഛന് നിങ്ങളോട് അമേഴ്സി റിയലി അമേഴ്സി. ഇത് ബിഗ് ബോസ് നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയും കോമൺ സെൻസും ഉള്ളവന് ഇത് മനസ്സിലാവും. അത് ഇന്നലെ മൂപ്പൻ സ്ലോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകും കേട്ടോ. പുള്ളിക്കാരന് ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നതിനേക്കാൾ ഉപരി ബിഗ് ബോസിനകത്തുള്ള ചില കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാനായിട്ട് ഇതിനു മുമ്പുള്ള വീഡിയോകളിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെയാണ് നമ്മൾ പലതും ചിന്തിക്കുന്നത്. അല്ല, ഈ ജാസ്മിനും ഗബ്രിയും കൂടെ തമ്മിൽ എന്തോ ഒരു ട്രാക്ക് പിടിച്ചിട്ടുണ്ടല്ലോ, ലവ് ട്രാക്കോ ഫ്രണ്ട്ഷിപ്പ് ട്രാക്കോ അല്ലോ അതിനപ്പുറത്തുള്ള വേറെ എന്തെങ്കിലും ഒരു ട്രാക്കോ. എന്താണെങ്കിലും തനി ബോറായിട്ട് അത്യുഗ്രൻ ബോറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗബ്രിയുടെ വീട്ടുകാരും ജാസ്മിൻ്റെ വീട്ടുകാരും ഒന്നും ഇത് അറിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് ഇന്നലെ സിജോ അതുപോലെ തന്നെ നമ്മുടെ റോക്കി ബായും കൂടെ അവരെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, എന്തെങ്കിലും ഇവർക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ. പക്ഷെ ഇവരിങ്ങനെ ഒപ്പോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നായിരുന്നു ഒരു കോൾ വന്നത്. ഏത് നമ്മുടെ മാറ്ററിലേക്ക് വരുവാണ് കേട്ടോ. ജാസ്മിൻ കൺഫെഷൻ റൂമിലേക്ക് വരിക. ബിഗ് ബോസ് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ജാസ്മിൻ ഗെയിമൊക്കെ? കുഴപ്പമില്ല ബിഗ് ബോസ്, ഗബ്രി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അതന്നെ, ഗബ്രി ഉള്ളതുകൊണ്ട് മാത്രമേ നിനക്ക് പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് തിരിച്ചു ചോദിച്ചു. ഏതന്നെ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റത്തില്ലേ? അല്ല, ഒറ്റയ്ക്കലാണ് ബിഗ് ബോസ് ഞാൻ കളിക്കുന്നത്. വീണ്ടും അവിടെ മറ്റേ അഹങ്കാരം കൊണ്ടുവരിക. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ജാസ്മിൻ്റെ വീട്ടുകാർക്ക്, അതായത് അച്ഛനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ജാസ്മിൻ ഇങ്ങനെ ഫ്രീസായിപ്പോയി. പിന്നെയാണ് ഡ്രാമകൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങുന്നത്. ജാസ്മിൻ ഒന്ന് പറയുകയാണ്, അച്ഛന് മറ്റേ ഹേർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്കും തന്നെ ഇരിക്കണം ജബ്രി, നീ ഒന്ന് ഇടിക്ക്, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു വിടും. ജബ്രി എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ജാസ്മിൻ്റെ ചായയും ഗബ്രിയുടെ ബ്രീവ് എടുത്തിട്ടാണ് കേട്ടോ. ജബ്രി ദ റിയൽ കോംബോ. പക്ഷേ ദ റിയൽ ഫേക്കേഴ്സ് ആൻഡ് ദ റിയൽ ഗെയിമേഴ്സ്, ഗെയിം ചേഞ്ചേഴ്സ് എന്ന് വേണം പറയാം. അവനെ കൂടെ കൂട്ടിയിട്ട് ഞാൻ പറയുകയാണ്, ജാസ്മിനും ഇവനും ഇപ്പോൾ ഗെയിം ചേഞ്ച് ചെയ്യും, ഗിയർ മാറ്റാൻ പോവാണ്. ഗിയർ നേരെ ടോപ്പിലിട്ടിട്ട് റൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവരൊരിക്കലും പുറത്ത് കളയാതെ, ഇവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഷോ നമുക്കിങ്ങനെ ഇഞ്ചമ്പുളിയായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ജാസ്മിൻ വന്നിട്ട് ട്രാക്ക് ഇങ്ങനെ മാറ്റിയിട്ട് അവൾ പറയുന്നൊരു സാധനമുണ്ട്, അച്ഛൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവരെല്ലാം ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നു, ഇവരെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടാസ്ക് കൊടുക്കുന്നു. അവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നു. റോസ്റ്റിങ്ങൊക്കെ വലിയ ഇവരെ ഒന്നാമത്തെ കാര്യം ഗ്രൂമിങ് ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നു, ഭയങ്കര ക്ലാഷ് ആയിരുന്നു. പല ആൾക്കാരെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന പവർ ടീമിനെ നല്ല രീതിയിൽ അവർ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജാസ്മിൻ ഇങ്ങനെ മര്യാദയ്ക്കിരിക്കുന്നു, മറ്റോ ഇങ്ങനെ തെക്കോട്ട് നോക്കിയിരിക്കുന്നു, ഇവിടെ വടക്കോട്ട് നോക്കിയിരിക്കുന്നു. ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ്. ഇവളെന്നിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഞാനും ഗബ്രിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഫ്രണ്ട്സാണ്, എനിക്ക് റിയൽ ആയിട്ടൊരു അഫെയർ ഉണ്ട്, അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രമാത്രം ഈ കാര്യം അവൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ അവൾ ട്വിസ്റ്റ് അടിക്കുകയാണ്. അവൾ നേരെ ഒരു എസ് വളവ് ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോയ വഴി തിരിച്ചു പോകാനുള്ള തീരുമാനം വീട്ടുകാർ ഈ കൺഫെഷൻ റൂമിലുള്ള ഡിസ്കഷൻ എന്തായാലും കാണിച്ചിട്ടില്ല, അത് കാണിക്കണം കേട്ടോ. മൂപ്പൻ പറഞ്ഞു പോലെ ഇത് നമ്മളെന്നെ അറിയാത്ത ലൈവിനകത്ത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ബിഗ് ബോസ് നൈസായിട്ട് ഈ കൊച്ചിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു മനസ്സിലാക്കി, മോളെ ഇവിടെ കിടന്ന് ഇമാതിരി പരിപാടി കളിക്കരുത്. വീട്ടുകാർ പറഞ്ഞു, എൻ്റെ മോളെ നമുക്ക് വീടിനെ പുറത്തിറങ്ങി നടക്കുന്നതാണ്, നീ ഒരുമാതിരി പരിപാടി കാണിക്കരുതെന്നൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ നിൻ്റെ വായൊക്കെ ഇടയ്ക്ക് വെക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ പുള്ളി ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഗെയിം അങ്ങനെയായിരിക്കും. ബിഗ് ബോസ് ഇതുപോലത്തെ പരിപാടി കാണിക്കരുത്. നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരു ആൾക്കാരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുത്ത് ഗെയിമിനെ ചേഞ്ച് ചെയ്ത് അത് മനഃപ്പുറം ചെയ്തതാണ്. അപ്പം ഈ സ്പോൺസർഷിപ്പിൽ ഇപ്പം ഇനിയിപ്പം വിന്നർ ചിലപ്പോൾ ഈ ജാസ്മിൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇവരെ പുറത്ത് കളയരുത്. കണ്ടൻസ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ഇത് മനസ്സിലാക്കണം, വോട്ട് ചെയ്യേണ്ട ആളുകൾ മനസ്സിലാക്കണം. ഇതിനകത്ത് വൺ ഗെയിം നടക്കുന്നുണ്ട്. ഓഡിയൻസിനെ വെച്ചിട്ടും ഇവർ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസേ ഇതൊന്നും അറിയാതൊന്നും അല്ല നമ്മളിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നവരേക്കും ബൈ.